ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോടൊരു കാര്യം പറയാൻ പോവുകയാണ്. ഞാൻ ഇന്ന് മുതൽ സ്പോക്കൺ ഹിന്ദി എൻ്റെ യൂട്യൂബ് ചാനലിൽ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഈ ക്ലാസ്സിൽ എല്ലാവരും വരണം, ആർക്കും പഠിക്കാം കേട്ടോ. എല്ലാവർക്കും ഫ്രീ ആയിട്ട് സ്പോക്കൺ ഹിന്ദി പഠിക്കാം. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ സ്പോക്കൺ ഹിന്ദി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് എങ്ങനെയാണ് പറയേണ്ടതെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് ആദ്യം തുടങ്ങാം. ആദ്യം ഇപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ചോദിക്കേണ്ടത് എന്താ? ആദ്യം അവരോട് പേരല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പം എങ്ങനെയാണ് അത് ചോദിക്കേണ്ടത്? ആപ്കാ നാം ക്യാ ഹെ. വലിയവരോടാണെങ്കിൽ ആപ്കാ നാം ക്യാ ഹെ. ചെറിയ കുട്ടികളോടാണെങ്കിൽ തുമാരാ നാം ക്യാ ഹെ. അങ്ങനെ ചോദിക്കണം. അപ്പോൾ ഒന്ന് പറഞ്ഞ വലിയവരോടാണെങ്കിൽ എങ്ങനെ ചോദിക്കണം? ആപ്കാ നാം ക്യാ ഹെ. അങ്ങനെ പറയണം. ഒന്ന് പറഞ്ഞേ, ആപ്കാ നാം ക്യാ ഹെ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യൂ, ആപ്കാ നാം ക്യാ ഹെ. അപ്പോൾ അവർ ആപ്കാ നാം ക്യാ ഹെ, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരം അവർ തരും. അപ്പോൾ അതെങ്ങനെ തരും? ഇപ്പോൾ അവൻ്റെ പേര് രാം എന്നാണെങ്കിൽ മേരാ നാം രാം ഹെ, ഉത്തരം കൊടുത്തു ഇല്ലേ? അങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്. പിന്നെ അതിന് ശേഷം അപ്പം ഒന്നുകൂടി പറഞ്ഞേ, ആപ്കാ നാം ക്യാ ഹെ എന്ന് വലിയവരോട് ആപ്കാ നാം ക്യാ ഹെ എന്ന് ചോദിക്കുക. ചെറിയവരോട് തുമാരാ നാം ക്യാ ഹെ അങ്ങനെ പറയണം കേട്ടോ. ഒന്നുകൂടി പറഞ്ഞേ, ആപ്കാ നാം ക്യാ ഹെ. അപ്പോൾ മേരാ നാം രാം ഹെ അങ്ങനെ അവർ പറഞ്ഞു ഇല്ലേ? അപ്പോൾ അങ്ങനെ പറയണം. അല്ലെങ്കിൽ എന്നോട് തന്നെ നിങ്ങൾ ആപ്കാ നാം ക്യാ ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മേരാ നാം സുവർണ ഹെ. കണ്ടോ? അങ്ങനെ ഞാൻ പറയും. അപ്പോൾ മേരാ നാമല്ല, സ്ത്രീകളാണെങ്കിൽ മേരി നാം. മേരി നാം സുവർണ ഹെ. അവിടെ സ്ത്രീലിംഗം മേരി ഈ മാത്രം ഉപയോഗിക്കണം കേട്ടോ. ആണുങ്ങൾക്ക് ആ മാത്രയും പെണ്ണുങ്ങൾക്ക് ഈ മാത്രയും ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ ആപ്കാ നാം ക്യാ ഹെ. പിന്നെ അടുത്തത് പിന്നെ ആപ് കഹാം രഹത്തെ ഹെ. ആപ് കഹാം രഹത്തെ ഹെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അതാണ് അവിടെ ചോദിക്കുന്നത്. ആപ്കാ നാം ക്യാ ഹെ എന്ന് ആദ്യം ചോദിച്ചു. പിന്നെ അതിനുശേഷം ഉത്തരം മേരാ നാം രാം ഹെ എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോൾ അടുത്തത് ആപ് കഹാ രഹത്തെ ഹോ രഹത്തെ ഹെ. ആപ് കഹാ രഹത്തെ ഹെ കേട്ടോ. തും കഹാ രഹത്തെ ഹോ. തും വരുമ്പോൾ ഹോ വരണം. തും കഹാ രഹത്തെ ഹോ അങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ മേം എവിടെയാണ് താമസിക്കുന്നത്? മേം മദ്രാസ് മേം രഹത്താ ഹൂം. കണ്ട, മേം മദ്രാസ് മേം. മേം വരുമ്പോൾ ഹൂം വരണം. മേം മദ്രാസ് മേം രഹത്താ ഹൂം അങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ ആദ്യത്തെ എന്താണ്? ആപ്കാ നാം ക്യാ ഹെ. അപ്പോൾ അതിന് ഉത്തരം മേരാ നാം രാം ഹെ. അപ്പം നിങ്ങളുടെ പേരെന്താണാവോ അവിടെ രാമല്ല, വേറെ എന്തോ പേര് അവിടെ ഇടുക. അപ്പം ആ രാം ഹെ എന്നുള്ളത് പറയുക കേട്ടോ. മേരാ നാം രാം ഹെ അത് പറഞ്ഞു ഇല്ലേ? പിന്നെ അത് ആപ് കഹാ രഹത്തെ ഹോ രഹത്തെ ഹെ. ആപ് കഹാം രഹത്തെ ഹെ കേട്ടോ. അതാണ് അവിടെ പറയേണ്ടത്. അപ്പം കുറച്ച് എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ യൂട്യൂബിൽ ക്ലാസ് എടുത്തിട്ടില്ല. അത് കാരണം കുറച്ച് ഇത്രയും എന്താ പറയുക, ഫ്രീ ആയിട്ട് ഞാൻ എടുക്കുവാണ് കേട്ടോ. എല്ലാവർക്കും ആരും ഫീസ് ഒന്നും തരണ്ട, എല്ലാവരും ഫ്രീ ആയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഒരു പേടിയുണ്ട് കേട്ടോ. ആ പേടി ഞാനിപ്പം അത് ഞാൻ മാറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ പേടി എന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെ മാറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ടും ലൈക്കും ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തത് എന്താണാവോ ഞാൻ പറയട്ടെ. മേം മദ്രാസ് മേം രഹത്താ ഹൂം അല്ലേ? അവൻ മദ്രാസിലാണ് താമസിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞേക്കണം. മേം മദ്രാസ് മേം രഹത്താ ഹൂം കേട്ടോ. പിന്നെ ആപ് കഹാം കാം കർത്തേ ഹെ. ആപ് കഹാം കാം കർത്തേ ഹെ. നീ എവിടെയാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. നീ തമിഴരാണെങ്കിൽ നീ എവിടെയാണ് നീ എൻ്റെ വേല പണ്ണുന്നത് അതാണ് അവിടെ ചോദിക്കുന്നത്. തമിഴരാണ്. ഹിന്ദിയിൽ
ആപ് കഹാം കാം കർത്തേ ഹെ. ഇല്ലേ, മലയാളത്തിലാണെങ്കിൽ നീ എവിടെയാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. തമിഴര് അവരും കൂടി പഠിച്ചോളണം കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ തമിഴുള്ള ആൾക്കാരും ഹിന്ദി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരും പഠിക്കാനായിട്ട് നിങ്ങളും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. आपका नाम क्या है? आपका नाम क्या है? നിന്റെ പേര് എന്താണ്? आपका नाम क्या है? मेरा नाम രാം ഹെ കേട്ടോ. അപ്പം നിങ്ങളുടെ പേരെന്താണ്? ഇപ്പം ജീവൻ എന്നാണെങ്കിൽ മേരാ നാം ജീവൻ ഹെ കേട്ടോ. അങ്ങനെ പറയാം. അപ്പോൾ ഇത് രണ്ടും തറവായല്ലോ. ഒന്നുകൂടി വേണോ? ഒന്നുകൂടി പഠിക്കണോ? ആപ്കാ നാം ക്യാ ഹെ എന്നുള്ളത് പറയുക. നിന്റെ പേര് എന്താണ്? ആപ്കാ നാം ക്യാ ഹെ. ഒന്നുകൂടി പറയുക. ആപ്കാ നാം ക്യാ ഹെ. തറമായിട്ട് പഠിച്ചിട്ട് പോവാം കേട്ടോ. ആപ്കാ നാം ക്യാ ഹെ. ഒന്നുകൂടി നിർത്തി പറഞ്ഞോളൂ. ആപ്കാ നാം ക്യാ ഹെ. അപ്പോൾ ഉത്തരം പറയുക മേരാ നാം രാം ഹെ അല്ലെങ്കിൽ മേരാ നാം ജീവൻ ഹെ എന്ന് അങ്ങനെ പറയുക കേട്ടോ. പിന്നെ ആപ് കഹാം രഹത്തെ ഹെ. നീ എവിടെയാണ് താമസിക്കുന്നത്? ആപ് കഹാം രഹത്തെ ഹെ. അവിടെ ഉത്തരം പറയേണ്ടത് മേ മദ്രാസ് മേം രഹതാ ഹൂ. കണ്ട, മേം വരുമ്പോൾ ഹൂം വരണം കേട്ടോ. മേ മദ്രാസ് മേ രഹതാ ഹൂ. പിന്നെ അടുത്തത് ആപ് കഹാം കാം കർത്തേ ഹെ. ആപ് കഹാം കാം കർത്തേ ഹെ. നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്? നീ എங்கே വേല പണുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ആപ്കാ നാം ക്യാ ഹെ എന്നുള്ളത് ചോദിച്ചത് നീ ഉങ്ക പേരെന്ന, അതാണ് തമിഴിൽ ചോദിക്കുന്നത്. ഉങ്ക പേരെന്ന, ആപ്കാ നാം ക്യാ ഹെ, ഉങ്ക പേരെന്ന. അപ്പോൾ അതിന് ഉത്തരം എൻ പേര് രാമ ഹെ. അതിനെന്തെന്നാ പറയേണ്ടത്? മേരാ നാം രാമ ഹെ. അത് പിന്നെ ആപ് കഹാം രഹത്തെ ഹെ. നീ എங்கே തങ്ങുന്നത്, അതാണ് അവിടെ തമിഴിൽ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പറയേണ്ടത് ഉത്തരം മേ മദ്രാസ് മേം രഹതാ ഹൂ. അപ്പം മേം വന്ന ഹൂം വരണം. പിന്നെ തും കഹാ രഹത്തെ ഹോ എന്ന് പറയുമ്പോൾ തും വരുമ്പോൾ ഹോ വരണം കേട്ടോ. ഹോ തും വന്നു കഴിഞ്ഞാൽ അവിടെ ഹോ വരണം. മേം വന്നു കഴിഞ്ഞാൽ ഹൂം വരണം കേട്ടോ. അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അവിടെ മേം വരുമ്പോൾ ഹൂമും പിന്നെ അതേപോലെ തും വരുമ്പോൾ ഹോ, അത് രണ്ടും അത് മാറ്റി പറയരുത്. അവിടെ ഹേ വരാൻ പാടില്ല. ആ കഹാ രഹത്തെ ഹേ കണ്ടോ, അവിടെ ഹേ വരണം. അവിടെ ഹേ എന്നുള്ളത് ആ ഒരു കുത്തുകൂടിയുണ്ട് ഹേയുടെ അവിടെ. അപ്പം ആ ഒരു അങ്ങനത്തെ ഒരു വാക്കാണ് അവിടെ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഞങ്ങളുടെ ടീച്ചർ തന്നെ പഠിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് മേം ദഫ്തർ മേം കാം കർത്താ ഹോ. അവിടെ ചോദ്യം ചോദിച്ചേക്കുന്നത് ആ കഹാം കാം കർത്തേ ഹേ. നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്? കഹാം കാം കർത്തേ ഹേ, എവിടെയാണ്? അപ്പം അവിടെ ഉത്തരം പറയേണ്ടത് മേം ദഫ്തർ മേം കാം കർത്തേ ഹേ. ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നു കേട്ടോ. ദഫ്തർ ഓഫീസ് കേട്ടോ. അതാണ് അവിടെ പറയണം. ഒന്നുകൂടി പറയണോ? ഞാൻ ഒന്നുകൂടി പറയാവേ. ആപ്കാ നാം ക്യാ ഹെ. നിൻ്റെ പേര് എന്താണ്? ആപ്കാ നാം ക്യാ ഹെ. അവിടെ ഉത്തരം പറയേണ്ടത് നീ ഉങ്ക പേരെന്ന, അതാണ് അവിടെ ചോദിച്ചേക്കണത്. തമിഴര് എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തമിഴിൽ സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരെന്നോട് പറഞ്ഞ് ഹിന്ദി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തമിഴിലും കൂടി ഒന്ന് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഹിന്ദി ഞാൻ തമിഴ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ തമിഴ് അറിയാം. അതുകൊണ്ട് ഞാൻ തമിഴ് ചില തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ആപ്കാ നാം ക്യാ ഹെ, അതാണ് അവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് നിൻ്റെ പേര്? അതിനെങ്ങനെയാണ് ചോദിക്കുന്നത്? എന്താണ് നിൻ്റെ പേരെന്നുള്ളതിൻ്റെ നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കണത് എങ്ങനെയാണ്? ആപ്കാ നാം ക്യാ ഹെ. കണ്ടോ, തറമായോ? ഞാൻ അതിൻ്റെ ഉത്തരം മേരാ നാം ജീവൻ ഹെ. അപ്പം എൻ്റെ പേര് ജീവൻ എന്നാണ്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. എൻ്റെ പേര് ജീവൻ കേട്ടോ. അപ്പം മേരാ നാം ജീവൻ ഹെ. ഉത്തരം അവിടെ പറയേണ്ടത് മേരാ നാം ജീവൻ ഹെ. അത് രണ്ടും അപ്പം ക്ലിയർ ആയല്ലോ. ഈ ക്വസ്റ്റിന് ആൻസർ രണ്ടും ക്ലിയർ ആയല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ ഒന്നുകൂടി
നാളെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ ഞാനത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും, നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പിറ്റേ ദിവസം ഒന്നുകൂടി പഠിപ്പിക്കാം കേട്ടോ. ഇതിന് ഫീസ് നിങ്ങൾ ആരും തരണ്ട കേട്ടോ. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാം. എൻ്റെ അടുത്ത് ഹിന്ദിയിൽ സംസാരിക്കണം, അതാണ് എനിക്ക് വേണ്ടത് കേട്ടോ. പിന്നെ ആപ് കഹാം രഹത്തെ ഹേ, നീ എവിടെയാണ് താമസിക്കുന്നത്? ആപ് കഹാ രഹത്തെ ഹേ, നീ എവിടെയാണ് താമസിക്കുന്നത്? അതിന് ഉത്തരം പറയേണ്ടത് മേ മദ്രാസ് മേം രഹത്താ ഹൂം. കണ്ട, മേ മദ്രാസ് മേം രഹത്താ ഹൂം. അവിടെ മേ മദ്രാസിലാണ് താമസിക്കുന്നത് കേട്ടോ. മേ മദ്രാസ് മേം, മേം എന്ന് പറയുമ്പോൾ ഞാൻ വന്ന് മദ്രാസിൽ തങ്ങുത് കണ്ടോ. ഞാൻ വന്ന് മദ്രാസിൽ തങ്ങുത്. പിന്നെ ആപ് കഹാം കാം കർത്തേ ഹേ, നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ആപ് കഹാം കാം കർത്തേ ഹേ. അപ്പോൾ അവിടെ ഉത്തരം പറയേണ്ടത് മേ ദഫ്തർ മേം കാം കർത്താ ഹൂം. കണ്ട, മേം ദഫ്തർ മേം കാം കർത്താ ഹൂം. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ ആൻസറിനും ഉത്തരം നല്ല ക്ലിയറായിട്ട് പിന്നെയും ഒന്നുകൂടി നിങ്ങളെല്ലാവരും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയണം. നാവിൻ്റെ തുമ്പിൽ വെക്കണം, എഴുതി വെക്കരുത്. എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പറയാൻ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് തറമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയണോ? ആപ്കാ നാം ക്യാ ഹേ? മേരാ നാം राम है. आपका नाम क्या है? मेरा नाम राम है. ഉത്തരം കണ്ട, ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. പിന്നെ അടുത്തത് ക്വസ്റ്റ്യൻ ആൻസർ അത് ക്ലിയർ ആയല്ലോ. ആപ് കഹാം രഹത്തെ ഹേ, നീ എവിടെയാണ് താമസിക്കുന്നത്? ആപ് കഹാം രഹത്തെ ഹേ. അതിൻ്റെ ഉത്തരം മേ മദ്രാസ് മേ രഹത്താ ഹൂം. മേ മദ്രാസ് മേ രഹത്താ ഹൂം അങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ആ 2 ക്ലിയർ ആയല്ലേ അല്ലേ? ആപ് കഹാം കാം കർത്തേ ഹേ, അതിന് ഉത്തരം പറയേണ്ടത് മേം ദഫ്തർ മേം കാം കർത്താ ഹൂം. അപ്പം ഒരു പെണ്ണാണ് പറയണമെങ്കിൽ മേം ദഫ്തർ മേം കാം കർത്തി ഹൂം അങ്ങനെ പറയണം കേട്ടോ. ഒരു പെണ്ണാണ് പറയണമെങ്കിൽ, ഒരു പെണ്ണ് പേശുതെങ്കിൽ நீங்கள் வந்து இப்படி சொல்லிடணும். மேம் ദഫ്തർ മേം കാം കർത്തി ഹൂം அப்படி சொல்லிடணும். ശരിയാ? അപ്പോൾ എല്ലാവർക്കും കുഞ്ചെന്ന് എനിക്കത് എല്ലാവരും ഇതുപോലെ പഠിച്ചിട്ട് നാളെ കമൻറ്റ് ബോക്സിൽ ഇടണേ. നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടിയ അടുത്ത ക്ലാസ് അടുത്ത പേജിൽ ഞാൻ നാളെ എടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഷെയറും ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ ഓൺലൈനും ഇതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പം ഏതായാലും എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ.